രാജമോഹൻ ചേട്ടാ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലക്കുന്ന ഒന്നാണ് കണ്ണൂർ പയ്യന്നൂരിലെ ഫണ്ട് വിവാദം. അതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ വെറും ഫണ്ട് വിവാദം എന്ന് പറയുന്നതിനാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പയ്യന്നൂർ MLA TI മധുസൂദന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹം പ്രതികരിച്ചില്ല. എന്നാൽ ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിനോട് പ്രതികരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് ആരോപണം നിഷേധിക്കുകയാണ്. പണമെല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വന്നത്. കണക്കുകളെല്ലാം പാർട്ടിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ധനരാജിന്റെ കുടുംബത്തിന് ഇക്കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ല. കണക്കുകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. രക്തസാക്ഷി ഫണ്ട് പൂർണ്ണമായും ആ കുടുംബത്തിനുള്ളതാണെന്നും ആ കുടുംബത്തെ ഇനിയും സംരക്ഷിക്കുമെന്നും മധുസൂദനൻ പറയുന്നു. ഒരു നയാ പൈസ പോലും വകമാറ്റിയിട്ടില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം. 46 ലക്ഷം സംബന്ധിച്ച് കുഞ്ഞികൃഷ്ണൻ നിരന്തരം സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. താൻ പൈസ തട്ടിയെങ്കിൽ പാർട്ടിക്കാർ നോക്കിയിരിക്കുമോ എന്നും തങ്ങളെല്ലാം തുറന്ന പുസ്തകമാണെന്നും MLA പറഞ്ഞു. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടായി പിരിച്ചെടുത്ത 71 ലക്ഷത്തിന് കണക്കില്ലെന്ന ആരോപണത്തിലും മധുസൂദനം പ്രതികരിച്ചു. ഏത് സാഹചര്യത്തിലാണ് ഓഫീസ് മാറ്റിയതെന്ന് കുഞ്ഞികൃഷ്ണന് അറിയാം. കോൺഗ്രസ് പ്രവർത്തകന്റെ മരണത്തിന് പിന്നാലെ CPIM ഓഫീസ് തകർക്കപ്പെട്ടു. ഈ ആക്രമണങ്ങളെ ഗൗരവമായി കണ്ടാണ് സുരക്ഷിതമായ ഇടത്തേക്ക് ഓഫീസ് മാറ്റാൻ തീരുമാനിച്ചതെന്നും MLA വ്യക്തമാക്കി. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കിതിനെ ഇതിനെ എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഒന്ന്, മധുസൂദനം പറഞ്ഞതിന് നമുക്ക് മുകളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കാരണം, അദ്ദേഹത്തിനെതിരായി വന്നിരിക്കുന്ന ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുക അല്ലാതെ ഞാൻ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അത് അവിടെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിഷേധത്തെ നമുക്ക് ഗൗരവം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ രണ്ടാമത്, ഇവർ എല്ലാം ചെയ്യുന്നത് മധുസൂദനൻ്റെ ഒരു ആർഗ്യുമെൻറ്റിൽ ഏറ്റവും അവസാനം പറഞ്ഞ ഭാഗം പറയാം. അവിടെ നമുക്ക് തുടങ്ങാം. എല്ലാ കണക്കും അക്കൗണ്ടിലാണ്, ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇടപാട് നടത്തിയിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അക്കൗണ്ട് അല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ബാങ്കിൽ എല്ലാ പൈസയുടെ ഇടപാടും വ്യക്തികൾ അവിടെ അക്കൗണ്ടുണ്ട്. എനിക്കും താങ്കൾക്കും ഒക്കെ അക്കൗണ്ട് തുടങ്ങാം ബാങ്കിൽ. നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാലും ഇത് ഫണ്ടാന്ന് പറയാൻ പറ്റും. ബാങ്കിൻ്റെ ഇത് ആരുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആരുടെയൊക്കെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നതെന്ന് മധുസൂദനം കൃത്യമായിട്ട് ഉൾപ്പെടുത്തും. വേറെ കൗതുകമായ കാര്യമുണ്ട്. നാളെയാണ് ഈ പറഞ്ഞ സഖാവ് കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ പുസ്തകം ഇറങ്ങാൻ പോകുന്നു. നാളെ ഇറങ്ങുമെന്നാണ് അദ്ദേഹം ഇന്നലെ രാത്രിയും ഒരു പ്രമുഖ ചാനൽ നാളെ ഇറങ്ങാനുള്ള ചാൻസ് 29-ാം തീയതി പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹം ഇന്നലെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ആരും പറഞ്ഞോട്ടെ, നാളെ ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. അത് എൻ്റെ ഒബ്സർവേഷനാണ്. കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം ഇറങ്ങും, പക്ഷേ അത് ഇപ്പോൾ ഉടൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇറങ്ങാനുള്ള ചാൻസ് ഇല്ല. കുറേ കൂടെ രാഷ്ട്രീയമായ തിളച്ചു വരാനുണ്ട് കാലാവസ്ഥയും പശ്ചാത്തലവും. അത് ആരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വരും, അവസാനം ഒരു കോംപ്രമൈസ് ആക്കാൻ ചിലപ്പോൾ പിണറായി വിജയൻ തന്നെ നേരിട്ട് ശ്രമിച്ചെന്ന് വരും. മൂന്നാമത്തെ പ്രാവശ്യവും അധികാരത്തിലെത്താനുള്ള പിണറായി വിജയന് കിട്ടുന്ന മറ്റൊരു അടിയായിരിക്കും, ആ വഴിയിൽ കിട്ടുന്ന മറ്റൊരു തടസ്സമായിരിക്കും കുഞ്ഞികൃഷ്ണൻ്റെ ബുക്ക്. അപ്പോൾ ആ പുസ്തകം ഇറക്കാതെ തൽക്കാലം സൂക്ഷിച്ചിട്ട് കുഞ്ഞികൃഷ്ണനായിട്ടൊരു ഒത്തുതീർപ്പിനുണ്ടാക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് ശ്രമിക്കും. അല്ലെ, ഒരു കാര്യം കൊണ്ടുണ്ട്, കുഞ്ഞികൃഷ്ണൻ്റെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള വീടിൻ്റെ പടക്കം പൊട്ടിക്കുന്ന രീതിയിലുള്ള എതിർപ്പുകളും ഇതോടുകൂടി നിൽക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അല്ല, അവിടെ പയ്യന്നൂരൊക്കെ കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ബോർഡുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു. VSന്റെയും കുഞ്ഞികൃഷ്ണന്റെയും ഫോട്ടോ പതിച്ച ഫ്ലെക്സ് ബോർഡുകൾ, അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഇന്നിപ്പോൾ വായിച്ചതാണ്. പല ഏരിയ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളിലൊക്കെ കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി നടപടി പുറത്താക്കിയതിനെ പല അംഗങ്ങൾക്കും അങ്ങനെ അതൃപ്തിയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട്. ചില ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും പൂർണ്ണമായും മധുസൂദനൻ്റെ നിയന്ത്രണത്തിലാണ്. അവിടുത്തെ ഇതുപോലത്തെ സാമ്പത്തിക ഇടപാട്, റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളെ കാണും. അവരൊഴിച്ച് ബാക്കി എല്ലാ സാധാരണ ലോക്കൽ കമ്മിറ്റികളിലും ബ്രാഞ്ച് കമ്മിറ്റികളിലും ധാരാളം കമ്മിറ്റി മെമ്പർമാർ മധുസൂദനെതിരായ നിലപാടെടുത്തു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മധുസൂദനും ഇവരുമായിട്ട് സംസാരിച്ച്, കുഞ്ഞികൃഷ്ണനുമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ടോ അവിടെ ഒരു കോംപ്രമൈസിനുള്ള വഴി ഇവർ തേടും. ആ കോംപ്രമൈസിനുള്ള വഴി തേടുന്നതിൻ്റെ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞത്. ഉടനെ പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ കുഞ്ഞികൃഷ്ണനെ പുറകോട്ട് പോകാൻ പറ്റാതെ വരും, ഒരു ചർച്ചയ്ക്ക് പോലും പറ്റാതെ വരും. ആ അവസരം കുഞ്ഞികൃഷ്ണൻ കളയുകയാണ്. കോംപ്രമൈസിനുള്ള ചാൻസ് കുഞ്ഞികൃഷ്ണൻ കളയുകയില്ല. കാരണം ഇത് ഫൈറ്റ് ചെയ്യാന്നുള്ള എളുപ്പമുള്ള കാര്യം, കാരണം തെരഞ്ഞെടുപ്പ് കൂടെ വരുന്നു. ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയ്ക്ക് ഒരു കടല എന്ന പേര്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് അയാളുടെ പേരൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. പേരുകളൊന്നും റിവീൽ ചെയ്തില്ല. പക്ഷെ സ്മൃതി പറ്റിക്കാണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ഈ കടല സഹോദരന്മാർ, കടല സഹോദരന്മാരെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, പാർട്ടിയുടെ ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത തന്നെ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്കായിരിക്കും മൊത്തത്തിൽ പോകും. പ്രത്യേകിച്ച് കുഞ്ഞികൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിക്കെതിരെ തന്നെ
പാർട്ടി അച്ചടക്കം പുള്ളി വെറും പാർട്ടി പ്രവർത്തനമല്ല. പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സ്ഥലത്ത് ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരാൾ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യപരമായ ഒരു ശ്രമകരമായ കാര്യമാണ്. കാരണം ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ സെക്രട്ടറി ഏരിയ കമ്മിറ്റിയിലും ഒക്കെ പ്രവർത്തിച്ച് നീണ്ട പരിചയവും നീണ്ട കൈവരക്കവും മെയ്വരക്കവും ഉള്ള ആൾക്കാർക്ക് മാത്രമേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കയറാം. കാരണം കണ്ണൂർ എന്ന് പറയുന്നത് CPM കോട്ടയാണ്, ഉരുക്ക് കോട്ടയാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഇത്തരത്തിലുള്ള ഒരു നടപടിയൊക്കെ പാർട്ടി എടുക്കുമ്പോൾ അതൊരു പാർട്ടിയുടെ തന്നെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കമല്ലേ? അല്ല, പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമില്ല. ക്രെഡിബിലിറ്റി ഇല്ലെന്ന് അവർക്കറിയാം, എന്താണേലും അറിയാം, പാർട്ടിക്കറിയാം. മധുസൂദനറിയാം. മധുസൂദനെ പറ്റി ഇതിനു മുമ്പ് വേറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോൾ സാമ്പത്തിക ആരോപണം വന്നിരിക്കുന്നു. പക്ഷേ ഇവിടെ CPM പറ്റാൻ പോകുന്ന തെറ്റ്, ഇത് വളരെ സമർത്ഥമായിട്ട് മധുസൂദനൻ്റെ പത്രസമ്മേളനത്തിൽ കോൺഗ്രസിനെയും കൂടെ എന്തുകൊണ്ട് പാർട്ടി ഓഫീസ് മാറി എന്നുള്ള ചോദ്യത്തിൽ കൃപേഷ് ലാലിൻ്റെയൊക്കെ കൊലപാതക കേസൊക്കെ പറഞ്ഞു കോൺഗ്രസ്സുകാരുടെ പാർട്ടി ഓഫീസ് അടിച്ച് തകർത്തു. അതായത് കോൺഗ്രസ് വിരോധം കൂടെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് ആര് നോക്കുന്നത്? മധുസൂദനൻ നോക്കുന്നത്. ആ സമ്മേളനത്തിലുണ്ട് പറയുന്ന വാദമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് സത്യമാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ജനങ്ങളെ സത്യം ബോധിപ്പിക്കാനാണ്, അല്ല പാർട്ടി പ്രവർത്തകരെ സത്യം ബോധിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. കൃത്യമായ കണക്ക് വരവുക ചെലവുക എന്ന് പറഞ്ഞ കണക്കെഴുതി ആ കണക്ക് പാർട്ടി പ്രവർത്തകരുടെ മുമ്പിലും പൊതുജനങ്ങളുടെ മുമ്പിലും അവതരിപ്പിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ദേശാഭിമാനിയുടെ പ്രിൻറ്റിങ് എല്ലാ വർഷവും മാർച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർച്ച് കഴിഞ്ഞിട്ട് ഓഡിറ്റിങ് കഴിഞ്ഞിട്ട് മൊത്തം പറയും. ദേശാഭിമാനി പാർട്ടി പത്രമാണ്, നാട്ടുകാർക്ക് വേണം പറയാം ദേശാഭിമാനിയുടെ കണക്ക് ഞങ്ങൾ പാർട്ടി മാത്രം കൊടുത്താൽ പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നില്ലല്ലോ അവർ. അതുപോലെ കൂടാനുകൂടി രൂപ ജനങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾക്കും പിരിച്ചുകൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ്. പിന്നെ മുഴുവൻ പൈസ യഥാർത്ഥ കാരണത്തിന് ചിലവാക്കുന്ന ധനരാജിൻ്റെ കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്ന പറഞ്ഞത്. ഒരു സംശയം, ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ഒറ്റപ്പിരിവായിരുന്നു നടത്തിയത്. 20 റെസിപ്റ്റുകളിൽ നിന്ന് മാത്രം, അത് 2 തിരിച്ചു കിട്ടിയിട്ടില്ല, 20 ലക്ഷം രൂപയോളം പിരിച്ചു എന്ന് പറയുന്നു. അതാരുടെ അടുത്ത് അപ്പോൾ പിരിച്ചിരിക്കുന്നത്? റെസിപ്റ്റിനോട്. പിന്നെ കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് ഓരോ കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച ഡൊണേഷൻ ഈ കണക്കിൽപ്പെടുത്തിയിട്ടില്ല. അത് ഏത് കണക്കിലാണ് പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ ഇത്തരം സമഗ്രമായി എല്ലാം കൂടെ കാണിക്കത്തക്ക രീതിയിൽ ദേശാഭിമാനിയിലെങ്കിലും ഇവർ ഒരു പരസ്യമായിട്ടോ അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ടായിട്ടോ സത്യസന്ധമായ ഒരു ഒഫീഷ്യൽ റിപ്പോർട്ടായിട്ട് നിങ്ങൾ കൊടുക്കുക. ജനങ്ങൾക്ക് മനസ്സിലാവുന്നവരുണ്ടെന്ന് ഇത് കാണുമ്പോൾ അറിയാം. എന്തായാലും ഇനി പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകാൻ പോകുന്നതിന്റെ സൂചനയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞികൃഷ്ണൻ ചേട്ടന്റെ പുസ്തകം കൂടി പുറത്തു വരുമ്പോൾ പാർട്ടി ഒന്നുകൂടി, പ്രത്യേകിച്ച് ഇപ്പൊ നിയമസഭാ ഇലക്ഷൻ ഇനിയിപ്പോൾ 2-3 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുസ്തകം കൂടി വരുമ്പോൾ കണ്ണൂർ പാർട്ടിയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറി, പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം KK രാഗേഷ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം, ശരിക്കും അദ്ദേഹം തന്നെ സ്വയം ഡിഫൻസിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ. അല്ല, വാർത്താ സമ്മേളനത്തിൽ പാർട്ടി പറഞ്ഞു കാണും. ഇപ്പം എന്താണെന്നല്ല, രാകേഷ് വന്ന് പൊളിഞ്ഞ് തകർന്നു പോയി. ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഓളമെല്ലാം കൊളായി. അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് പാർട്ടി പറഞ്ഞു കാണും, ഇയാളോട് പറഞ്ഞു കാണും, മധുസൂദനോട് പറഞ്ഞു കാണും, നിങ്ങൾ തന്നെ പോയി പത്രക്കാരെ കണ്ട് കാര്യം വിശദീകരിക്കാൻ പറഞ്ഞു കാണും. രക്ഷപ്പെടണ്ടേ? അതാണ്. ഇപ്പം എം ജയരാജൻ ആദ്യം വന്നു, പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എം ജയരാജൻ തന്നെ PPDയുടെ കേസിൽ വന്ന് ആദ്യം വന്ന്. അതെ, നവീൻ ബാബുവിന്റെ. നവീൻ ബാബു PPD എന്ന് പറഞ്ഞാൽ നവീൻ ബാബുവിനെ വിട്ടൊക്കെ പാവം മരിച്ചുപോയി. PPDയോട് വരുവായല്ലോ. അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ SIT മുമ്പ് ചർച്ച ചെയ്തതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ആൾ സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീകണ്ഠാപുരത്ത് കൗൺസിലേക്ക്. അതാണ് SIT എന്ന് പറഞ്ഞ സാധനം. CPM സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീകണ്ഠാപുരത്ത്. അപ്പോൾ ഇങ്ങനെ ഇത്തരം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് ഇത് നാളെ പോലീസിനോട് വിട്ടുകൊടുത്ത് അന്വേഷിച്ചാലോ? മധുസൂദനന്റെ കേസ് നാളെ അന്വേഷിക്കുക. ഇപ്പോൾ ഇവിടുത്തെ SIT വെച്ച് അന്വേഷിക്കുക, ശബരിമല SIT എങ്ങനെ ഇരിക്കും? മധുസൂദനൻ്റെ കേസ് അന്വേഷിച്ച് എങ്ങനെ ഇരിക്കും? അതും തെളിവില്ലെന്ന് പറയും. മധുസൂദനൻ്റെ കൈകൾ ശുദ്ധമാണ്, ഒരു പൈസ പോലും പറഞ്ഞില്ല, ഒരു പൈസ പോലും എടുത്തിട്ടില്ല. അക്കൗണ്ടെന്ന് പറഞ്ഞാലാണ് ഇയാൾ കാണിക്കുന്നത്. ഏറ്റവും ബാങ്ക് അക്കൗണ്ടുകളാണെന്ന് പറയുമ്പോൾ ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളും സ്വകാര്യ വ്യക്തികളും തന്നെയാണ്, ബാങ്കല്ല കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 10,000 രൂപ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിങ്ങളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ബാങ്കിൻ്റെ കാശല്ലാണോ? അതെ. അതുപോലെ ഈ പൈസ ആരാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തത്? ആ സത്യം പുറത്തുകൂടെ പറയട്ടെ, അതൊക്കെ വിശദീകരിക്കട്ടെ. അല്ലാതെ എല്ലാം സുതാര്യമാണ് ബാങ്ക് വഴിയാണ് എല്ലാ ഇടപാടും നടത്തിയിരിക്കണമെന്ന് പറഞ്ഞാൽ തട്ടിപ്പ്. വേറെ കൗതുകരമായ കാര്യം, ഈ വിഷയം ഇപ്പൊ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചാനലിലൊക്കെ പ്രൈം ഡിബേറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. 8 മണിക്കും ഇപ്പൊ കൗണ്ടർ പോയിന്റ്, അതുപോലെ തന്നെ മീഡിയ സ്പെഷ്യൽ എഡിഷൻ, അതുപോലെ തന്നെ പല ചാനലിലും ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ CPM ഔദ്യോഗികമായ പ്രതിനിധികളെ വിടുന്നില്ല. ഈ ഇടത് സഹയാത്രികർ, അപ്പൊ ഇടത് നിരീക്ഷകർ വിട്ടില്ല. റിപ്പോർട്ടർ ഇന്നലെ ഞാൻ ചർച്ച കണ്ടിരുന്നു. കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നു, ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടായുള്ളൂ. വേറെ CPM-ലെ പ്രതിനിധികളെ വിട്ടിട്ടില്ല. അത് പാർട്ടിയുടെ തീരുമാനമാണ്. ഈ ചർച്ചക്ക് പോകണ്ടെന്ന് AK സെന്റർ എന്നുള്ള തീരുമാനമാണ്. അല്ല, അതിന് ഇവർക്ക് പബ്ലിക്കിനെ ഫേസ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു മിനിറ്റ് കൊണ്ടല്ല, ഒരു ദിവസം കൊണ്ട് ഇത് വിശദീകരിക്കത്തില്ലേ? ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ, ദേശാഭിമാനിയിലെങ്കിലും പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ
ജനത്തിന് മനസ്സിലാകില്ല. സംശയമുള്ളവർ ചോദിച്ചോളൂല്ലോ, പ്രിന്റഡ് ആയിട്ട് പറയട്ടെ ഇവരുടെ അഭിപ്രായം. അതെ, അക്കൗണ്ട് വഴിയാണ്, ബാങ്ക് അക്കൗണ്ട് വഴി എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അക്കൗണ്ട് അല്ല. ആ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കാണ് പ്രധാനം. എല്ലാവരും വിചാരിക്കണം കറക്റ്റ് എല്ലാം കണക്ക് വെച്ചാൽ ഇരിക്കുന്നത് അല്ല. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന അത് ആരാ ഓപ്പറേറ്റ് ചെയ്യുന്ന പറയട്ടെ അക്കൗണ്ട്, അവിടുന്ന് എത്ര ഡ്രോവൽ നടന്നിട്ടെന്ന് അറിയട്ടെ, എന്താവശ്യത്തിന് വിഡ്രോ എന്നറിയട്ടെ. ഇത്തരം കാര്യങ്ങൾ അറിയാതെ ജനങ്ങളെ മൊത്തം കബളിപ്പിക്കുന്ന ഈ പരിപാടിയാണ് CPM-ന്റെ രാഷ്ട്രീയ കൗശലം. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്താണ് ഇനി എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകാൻ പോവോ, അതാ ഇത് ഒരു കുഞ്ഞകൃഷ്ണൻ മുന്നിൽ മിണ്ടാതിരിക്കുമോ, അതോ പിണറായി ഇടപെടുവോ, കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.